വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ലഹരിമുക്ത വൈപ്പിൻ സമഗ്ര പരിപാടിയുടെ ഭാഗമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. യുവാക്കളെ കായിക രംഗത്തേക്ക് ആകർഷിച്ച് ലഹരിയിൽ നിന്ന് വിട്ടുനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. This news brought to you by Kalpaga Weddings, North Parvur. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ലഹരിമുക്ത വൈപ്പിൻ സമഗ്ര പരിപാടി 2025-26 ഭാഗമായി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അണ്ടർ 18 ആൺകുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോഷി ഉദ്ഘാടനം ചെയ്തു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ജയ്ഹിന്ദ് മൈതാനിയിൽ നടന്ന പരിപാടിയിൽ വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ടൂർണമെന്റിൽ ആകെ 6 ടീമുകളാണ് പങ്കെടുത്തത്. ഫൈനൽ മത്സരത്തിന് മുൻപ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസർമാരും ജനപ്രതിനിധികളും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. ആവേശകരമായ ഈ മത്സരത്തിൽ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസേഴ്സ് ടീം വിജയികളായി. തുടർന്ന് നടന്ന ഫൈനൽ മത്സരത്തിൽ ലവേഴ്സ് FC ഞാറക്കൽ ടീമും സെവൻ ആരോസ് ഫുട്ബോൾ അക്കാദമി നായിരമ്പലം ടീമും ഏറ്റുമുട്ടി. മികച്ച പോരാട്ടം കാഴ്ചവെച്ച മത്സരത്തിൽ നിശ്ചിത സമയത്ത് സമനില തുടരുകയായിരുന്നു. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിലും സമനില ആയതോടെ ടോസിലൂടെ വിജയികളെ തീരുമാനിക്കേണ്ടി വന്നു. ടോസിൽ വിജയം നേടിയ ലവേഴ്സ് FC ഞാറക്കൽ ടീം ടൂർണമെന്റിന്റെ ജേതാക്കളായി. തുടർന്ന് നടന്ന ചടങ്ങിൽ വിജയികൾക്കുള്ള ട്രോഫിയും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ലഹരിക്കെതിരായ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇത്തരം കായിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത ഞാറക്കൽ. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. 2 ടീമും ഒരേ സമയം വിന്നറായി. അപ്പോൾ 2 ടീമിനും പ്രത്യേകം എല്ലാവിധ അഭിനന്ദനങ്ങളും നേടുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ലഹരി കായികമായിരിക്കണം. ഒരു നല്ല മത്സരമായിരുന്നു. പക്ഷേ എല്ലാവരും ഓടി ആവശ്യത വർഷങ്ങൾക്ക് ശേഷം ഒരു മത്സരം ഇതേപോലെ എല്ലാവരും കൂടി ഒരു കൂട്ടായിട്ടുള്ളൊരു ഗെയിം കളിക്കാൻ സാധിച്ചതിൽ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഇനി അത് എല്ലാ വർഷവും നമുക്ക് ഇങ്ങനത്തെ ഒരു മത്സരം എല്ലാ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തന്നെ ഒരു മത്സരം ഇനി നടത്തണം. എല്ലാ ഓഫീസുകളും എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇങ്ങനത്തെ ഒരു മത്സരം നടത്തി കഴിഞ്ഞാൽ ജീവനക്കാരുടെയും എല്ലാവരുടെയും ഒരു മാനസിക ഉല്ലാസത്തിനും ഒരു നല്ലൊരു ഏർപ്പാടായിരിക്കും ഇത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുടെ ഒരു സൗഹൃദാന്തരീക്ഷം നിലനിർത്താനും ഒരു ടീം എന്ന നിലയിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലായാലും പഞ്ചായത്ത് തലത്തിലായാലും അതിൻ്റെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്ന ഇത്തരം മത്സരങ്ങൾ കഴിയും. പിന്നെ അത് മാത്രമല്ല, ഇത് ലഹരി വിമുക്ത വൈപ്പിൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു വലിയ പരിപാടിയാണ്. ആ പരിപാടിയിൽ ഇങ്ങനെ ഒരു ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മത്സരം സംഘടിപ്പിച്ചത് വളരെ സന്തോഷം. ഭാവിയിലും നമുക്ക് അവരെ എല്ലാ ഉദ്യോഗസ്ഥരെയും അതുപോലെ എല്ലാ ജനപ്രതിനിധികളും ചേർത്ത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച് പുതിയൊരു മാതൃക നമുക്ക് വൈപ്പിൻ മോഡൽ മാതൃക സംസ്ഥാനത്തിനാകെ നൽകാൻ കഴിയുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കാം എന്നാണ് പറയാനുള്ളത്.